Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ന് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ? എല്ലാവരും വായിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പോ ഇനി അതിന്റെ തുടർച്ച എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ടൈപ്പ് ഓഫ് പേഷ്യന്റ് കെയർ ഇൻക്ലൂഡ്. ഓക്കെ, അതായത് പേഷ്യന്റ് കെയർ നമ്മള് രണ്ട് തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പേഷ്യന്റ് കെയർ എന്താണ്? രോഗി പരിചരണം അല്ലെ? അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് കെയർ. ഓക്കെ, ആദ്യത്തെയാണ് ഡയറക്റ്റ് കെയർ, സെക്കൻഡ് വൺ ഈസ് ഇൻഡയറക്റ്റ് കെയർ. അപ്പോ നമുക്ക് നോക്കാം എന്താണ് ഡയറക്റ്റ് കെയറിൽ പറയുന്നത്. Okay, is care given by nursing staff while working in the presence, patient and related to the patient, physical and psychological requirements. Direct care consists of feeding, treatment, mobility, and medication. And the more dependent the patient is on the nurse to conduct related activity, the more hours of nursing care is required for that patient. ഓക്കെ, അതായത് ഡയറക്റ്റ് കെയറിൽ പറയുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് രോഗിയുടെ പ്രസൻസില് നഴ്സ് കെയർ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഹോസ്പിറ്റലാകുമ്പോൾ പലതരത്തിലുള്ള പേഷ്യൻസ് ആണ് വരിക അല്ലെ? ഈ പേഷ്യൻസിന് പലതരത്തിലുള്ള ഡിസീസസ് ആണ് ഉണ്ടാവുക. അവരുടെ മെന്റൽ കണ്ടീഷൻ ഡിഫറെന്റ് ആയിരിക്കുള്ളൂ, ഫിസിക്കൽ കണ്ടീഷൻ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ഈ ഒരു പേഷ്യന്റിന്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണ്, അവരുടെ മെന്റൽ കണ്ടീഷൻ എന്താണ്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ രോഗിയുടെയും ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഡയറക്റ്റ് കെയറില് നഴ്സുമാര് കെയർ കൊടുക്കുന്നത്. ഓക്കെ, പേഷ്യന്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എങ്ങനെയുള്ള ആവശ്യങ്ങള്, അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷന് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലാണ് ഡയറക്റ്റ് കെയറില് നഴ്സുമാര് പരിചരണം അഥവാ കെയർ കൊടുക്കുന്നത്. ഓക്കെ, ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് അനുസരിച്ചിട്ടാണ് നഴ്സ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഓക്കെ, രോഗിക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? നഴ്സുമാര് ഈ ഒരു ജോലി നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റ് കെയറിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അവരുടെ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഈ ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതിനകത്ത് ആദ്യം വരുന്നതാണ് ഫീഡിങ് കേട്ടോ. ഡയറക്റ്റ് കെയറിൽ ആദ്യം വരുന്നതാണ് ഫീഡിങ്. അതായത് രോഗികൾക്ക് ഫുഡ് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. ഒരു നഴ്സ് എന്ന നിലയിൽ എന്താ പറയാ, അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്? ഡയറക്റ്റ് കെയർ ആവശ്യമുള്ള രോഗികൾക്ക് ഫുഡ് നേരിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുക, ചികിത്സ കൊടുക്കുക അല്ലെ? അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങള്, അതായത് ഡോക്ടർ പേഷ്യന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പറയുന്നത് അത് അതേപോലെ തന്നെ എന്താ കോപ്പി ചെയ്യുക, അതായത് പകർത്താനായിട്ട് ശ്രമിക്കുക. അവർക്ക് ആവശ്യ സമയത്ത് ആവശ്യം വേണ്ട ട്രീറ്റ്മെന്റുകൾ, ചികിത്സകൾ നൽകുക. അതുപോലെ തന്നെ പിന്നെ വരുന്നത് മൊബിലിറ്റിയാണ്. മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ചലനശേഷിയുമായി ബന്ധപ്പെട്ടതാണ്. മൊബിലിറ്റി എന്ന് പറയുന്നത് ചലനശേഷി എന്നാണ്. അതായത് ഡയറക്റ്റ് കെയർ ആവശ്യമുള്ള രോഗികൾക്ക് എന്താ പറയാ, ചിലപ്പോ ചില പേഷ്യൻസിന് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല, ചില പേഷ്യൻസിന് എന്താ പറയാ എണീറ്റിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഡയറക്റ്റ് കെയറിൽ നഴ്സുമാർ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അതാണ് ചലനശേഷി കേട്ടോ. അവരെ നടത്താനായിട്ടും ഇരുത്താനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മെഡിക്കേഷൻസ്, മരുന്നുകൾ അവർക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത്, അതായത് കൃത്യസമയത്ത് എന്ത് ചെയ്യാം? മരുന്നുകൾ അവർക്ക്
പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഡയറക്റ്റ് കെയറിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ രോഗികൾക്ക് എന്താണ് അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ഫീഡിങ് വരും, അതുപോലെ മെഡിക്കേഷൻ വരും, അതുപോലെ തന്നെ വരുന്നതാണ് ട്രീറ്റ്മെന്റ്, മൊബിലിറ്റി. ഓക്കെ, പിന്നെ ഈ ഒരു ഡയറക്റ്റ് കെയറില് കൂടുതൽ, അതായത് രോഗി എന്ന് പറയുന്ന ആള്, പേഷ്യന്റ് ഇവിടെ കൂടുതലായിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ നഴ്സുമാരുടെ ആവശ്യം വരുന്നത് ഡയറക്റ്റ് കെയർ ലഭിക്കേണ്ട പേഷ്യൻസിനാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ഒരു രോഗിക്ക് കൂടുതൽ സമയം നഴ്സിംഗ് പരിചരണം ആവശ്യമാണ്. നഴ്സിംഗ് കെയർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഈ രോഗികൾക്ക് വേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാല്? ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് നേരെ ഇൻഡയറക്റ്റ് കെയറിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് കെയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരിക, ഇൻഡയറക്റ്റ് കെയർ വരിക അല്ലെ. ആർ ദോസ് ventures undertaken on the patient behalf but removed from his presence. Indirect care consists of assembling supplies and equipment, seeking advice with other healthcare team members, writing and reading patient records, reporting, constructing discharge plans, etc. ഓക്കെ, അപ്പൊ ഇൻഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാല് പരോക്ഷമായിട്ട്, അതായത് നേരിട്ടുള്ള പ്രസൻസിലല്ലാതെ എന്താ പറയാ, ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കെയർ കൊടുക്കുന്നതിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. രോഗിക്ക് നേരിട്ട് കെയർ കൊടുക്കാതെ രോഗിയുടെ പേരിൽ നടത്തപ്പെടുന്ന കെയർ ആണെന്ത്, ഇൻഡയറക്റ്റ് കെയർ കേട്ടോ. വെഞ്ചേഴ്സ് അണ്ടർടേക്ക് എന്ന് പറയുന്നത് എന്താ പറയാ, രോഗിയുടെ പേരിൽ നടത്തപ്പെടുന്ന എന്താണ് കെയറിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇൻഡയറക്റ്റ് കെയറിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ രോഗികൾക്ക് ഇവര് ഇൻഡയറക്റ്റ് ആയിട്ടാണ് കെയർ കൊടുക്കുന്നത്. അതിന് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെയുള്ള അറ്റൻഡർമാര്, ഓക്കെ, അവരെന്താ ചെയ്യുന്നത്, രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സും മറ്റും സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. അവരെന്ത് കെയർ ആ കൊടുക്കുന്നത്, അവര് ഇൻഡയറക്റ്റ് കെയർ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ റിസപ്ഷനിസ്റ്റ്, അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫുകള്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് കെയർ ആ കൊടുക്കുന്നത്. ഓക്കെ, റിസപ്ഷനിസ്റ്റ് പേഷ്യന്റിന്റെ എന്താ പറയാ, അയാളുടെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടറുടെ അടുക്കൽ നിന്ന് ചിലപ്പോൾ അഡ്വൈസുകൾ സ്വീകരിക്കാം അല്ലെ. ഇപ്പോ രോഗികളുടെ എന്താ പറയാ, എക്സ്റേ റിപ്പോർട്ടോ MRI റിപ്പോർട്ടോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടോ ഒക്കെ ആര് സ്വീകരിക്കാം, റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റാഫോ സ്വീകരിച്ചതിന് ശേഷം പേഷ്യന്റിന് എന്ത് ചെയ്യാം, കൈമാറാം. അതുപോലെ തന്നെ ഈ ഒരു ഡോക്ടറിന്റെ എന്താ പറയാ, അഡ്വൈസ് അനുസരിച്ചിട്ട് ഈ കാര്യങ്ങൾ പേഷ്യന്റിനോട് ഇവർക്ക് തുറന്നു പറയുകയും ചെയ്യാം. അപ്പൊ ഇവര് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ഇൻഡയറക്റ്റ് കെയർ ആ ചെയ്യുന്നത് കേട്ടോ. അതായത് അഡ്വൈസുകള് ഹെൽത്ത് കെയർ ടീമിൽ നിന്ന് സ്വീകരിച്ചിട്ട് അതെന്ത് ചെയ്യും, ഓക്കെ, പേഷ്യന്റ് റെക്കോർഡുകൾ എഴുതുക, റിപ്പോർട്ട് ചെയ്യുക, പേഷ്യന്റ് എന്താ പറയാ, അതായത് പേഷ്യൻസ് വരുന്ന കാര്യങ്ങൾ, അവര് അഡ്മിഷൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, റെക്കോർഡുകൾ എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് ഇൻഡയറക്റ്റ് കെയറിലാണ് വരുന്നത്. പിന്നെ ഡിസ്ചാർജ് സമ്മറി അല്ലെ, അതായത് രോഗി അഡ്മിറ്റ് ആയതിനു ശേഷം ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ആ ഒരു സമ്മറി ഉണ്ട് അല്ലെ, ഒരു ഡിസ്ചാർജ് കാർഡ് നമുക്ക് തരും. അതൊക്കെ എഴുതുന്നത് ആരാണ്, ഇൻഡയറക്റ്റ് കെയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവര് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, രോഗികൾക്ക് പരിചരണം കൊടുക്കുന്നില്ല, പക്ഷെ രോഗിയുടെ പേരിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളും അവര് ചെയ്ത് പോരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. രണ്ട് കാര്യങ്ങൾ. അപ്പൊ ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, നേരിട്ടുള്ള പരിചരണം കൊടുക്കുന്നത് ഡയറക്റ്റ് കെയറിൽ. ഇൻഡയറക്റ്റ് ആകുമ്പോൾ എന്താണ്, നേരിട്ടല്ലാതെയുള്ള പരിചരണം. ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളൊക്കെ, നഴ്സുമാരാണ് എപ്പോഴും ഡയറക്റ്റ് കെയറിൽ വരുന്നത്, അതെപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, നഴ്സുമാർക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, രോഗികളുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അതുപോലെ ഇൻഡയറക്റ്റ് കെയറിൽ വരുന്നവരാണെന്ത്, ഈ ഉള്ള സ്റ്റാഫുകളും മറ്റ് ആളുകളും ഒക്കെ. ഓക്കെ, പറഞ്ഞിരിക്കുക കേട്ടോ.
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ്. നമുക്ക് നോക്കാം എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് കേട്ടോ. Staff development is the process which is directed towards the personnel as well as professional growth of nurse and other staffs while they are employed by the healthcare. It refers to all training and education provided to enhance the job-related and personal knowledge, skills and mentalities of vested employees. Okay. അപ്പോ ഇത് പറയുന്നതിന് മുമ്പായിട്ട് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് ഏകദേശം നമുക്ക് ഒരു ധാരണ കിട്ടണം അല്ലെ. അതായത് അതായത് ഹോസ്പിറ്റലുകളില് വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയീസ് ഒക്കെ വരുമല്ലോ, പുതിയ പുതിയ എംപ്ലോയീസ് വരും, നിലവിലുള്ള എംപ്ലോയീസ് ഉണ്ട്. ഇവരെയൊക്കെ എന്താണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, അതായത് ഏകോപിപ്പിക്കുന്നത് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുക, അവരുടെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു കൊടുത്ത് അവരുടെ ജോലിയിൽ അവരെന്ത് ചെയ്യുക, കൂടുതലായിട്ട് മികവുറ്റ ആളുകളാക്കി തീർക്കുക എന്നുള്ളതാണ് എന്ത് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സ്റ്റാഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ടീം അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. അഡ്മിനിസ്ട്രേറ്റീവ്സ് ആണ് ശരിക്കും പറഞ്ഞാല് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണിത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ കാര്യങ്ങള് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ആദ്യം പറയുന്നത് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റാഫുകളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടായത്. അതായത് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി കഴിഞ്ഞാല് നിങ്ങൾ ഇന്നലെ വരെയുള്ള ആളായിരിക്കില്ല ജോലിക്ക് കയറി കഴിയുമ്പോൾ ഉണ്ടാവുക. ഓക്കെ. അതായത് നിങ്ങളുടെ സ്വഭാവത്തിൽ ധാരാളം ചേഞ്ചസ് വരും, നിങ്ങളുടെ ബിഹേവിയറിൽ ധാരാളം ചേഞ്ചസ് വരുന്നത് കാണാം, കുറച്ചുകൂടി മെച്യൂരിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാം, നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ഹോസ്പിറ്റൽ സെക്ടറിൽ ജോലി ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു, അവരിൽ നിന്ന് ധാരാളം വിവരങ്ങൾ, അറിവുകൾ നമുക്ക് നേടാൻ കഴിയുന്നു, അത് നമ്മുടെ ജോലിയിൽ പ്രയോഗിക്കാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, അതായത് നമ്മളവിടെ നമ്മൾ ഡെവലപ്പ് ആവുക ചെയ്യുക. ഓക്കെ. അത് പേഴ്സണൽ ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ജോലിയിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ സ്റ്റാഫ് ഡെവലപ്മെന്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു കഴിഞ്ഞാല് അയാളെ വ്യക്തിപരമായിട്ടും തൊഴിൽപരമായിട്ടും എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിന് അർത്ഥം വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾക്കുള്ള എംപ്ലോയീസിനുള്ള അറിവ് മെച്ചപ്പെടുത്തുക, അവരുടെ കഴിവ് കൂട്ടുക, അതുപോലെ തന്നെ അവരുടെ മാനസികാവസ്ഥ മെന്റൽ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ നടക്കും, സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ നടക്കും. അതായത് അവിടെ വരുന്ന എംപ്ലോയീസിന് കാര്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നോളജ് ഇംപ്രൂവ് ആവും, അവരുടെ ടാലന്റ് ഇംപ്രൂവ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ നടക്കുന്നുണ്ട്, സ്റ്റാഫ് ഡെവലപ്മെന്റിൽ നടക്കുന്നുണ്ട്. അപ്പൊ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരുന്ന എംപ്ലോയീസിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യാനാണ്, കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ഹോസ്പിറ്റലുകളിൽ മാനേജ് ചെയ്യും. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. സ്റ്റാഫ് ഡെവലപ്മെന്റിന് ചില ലക്ഷ്യങ്ങളുണ്ട്, അതാണ് താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു 4 പോയിന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്ത് ആദ്യത്തേത് എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. അതായത് ജോലിക്ക് എത്തുന്ന എംപ്ലോയീസിന്റെ ഉൽപാദനക്ഷമത കൂട്ടുക, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളത് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒരു ലക്ഷ്യമാണ്. അതായത് അവരുടെ ആ ഒരു ജോലി സമയം കൂട്ടുക, അതായത് അവർക്ക് അവർ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുക. അവര് ഇപ്പോ 8 മണിക്കൂറാണ് ഷിഫ്റ്റ് ടൈമെങ്കിൽ, ഷിഫ്റ്റിന്റെ ടൈം 8 മണിക്കൂറാണെങ്കിൽ ആ 8 മണിക്കൂർ എന്ത് ചെയ്യുക, അവർ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. അവരുടെ ജോലിയിൽ എന്ത് ചെയ്യും, കൂടുതൽ മികച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി അവരുടെ ബെറ്റർ ആക്കാനായിട്ട് സഹായിക്കും പ്രൊഡക്ടിവിറ്റി കൂടി കഴിഞ്ഞാൽ.
രണ്ടാമത്തേത് എൻഷുവർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സസ്. ഓക്കെ, സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ സേഫ്റ്റിയാണ്. പേഷ്യന്റിന്റെ സേഫ്റ്റി എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തണം. ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളത്. നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വാർത്ത കാണുന്നുണ്ടായി. അതായത് മെഡിക്കൽ കോളേജില് 2 ദിവസം മുമ്പ് ഒരു പേഷ്യന്റ് ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട് എന്തുണ്ടായിരുന്നു, അയാള് ലിഫ്റ്റിൽ കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നു. 3 ജീവനക്കാർക്ക് അതിനെതിരെ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വാർത്ത കേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും അശ്രദ്ധമായിട്ടാണ് ആ ഒരു എന്താ പറയാ ലിഫ്റ്റിംഗ് സംവിധാനം അവിടെ കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ആ ഒരു ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയത് അല്ലെ. ഇതൊക്കെ എന്താണ്, പേഷ്യന്റ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ സ്റ്റാഫ് ഡെവലപ്മെന്റ് രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പേഷ്യന്റ് സേഫ്റ്റി, അതെന്ത് തന്നെയായാലും എന്താണ്, ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, മൂന്നാമത്തേത് എൻഷുവർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്. അതുപോലെ തന്നെ തൊഴിലാളികൾ, അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്ത് കൊടുക്കണം, സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം. അവർ ചെയ്യുന്ന ജോലികളില് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് നല്ല രീതിയിലുള്ള എന്താ പറയാ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള ജോലികളായിരിക്കും ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ അതിനുള്ള ഒരു അന്തരീക്ഷം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവണമെന്നില്ല. അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഒരിക്കലും വരാനായിട്ട് പാടില്ല. തൊഴിലാളികൾ എന്ത് തന്നെ ആയാലും അവർ തൊഴിൽ ചെയ്യുന്ന മേഖലയില് നല്ലൊരു അന്തരീക്ഷം അല്ലെങ്കിൽ നല്ലൊരു എൻവയോൺമെന്റ് പ്രദാനം ചെയ്യുക. ഓക്കെ, ആൻഡ് ഫോർത്ത് പോയിന്റ്, ഓറിയന്റ് ദ പേഴ്സണൽ ടുവാർഡ്സ് ദെയർ കെയർ ഒബ്ജക്റ്റീവ്, ജോബ് ഡ്യൂട്ടീസ്, പേഴ്സണൽ പോളിസീസ്. അതുപോലെ തന്നെ എംപ്ലോയീസ് വരുമ്പോൾ എംപ്ലോയീസിനോട് പറയണം അല്ലെ. അതായത് ഈ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ ഇങ്ങനെയാണ്, ഇവിടെ നടപ്പാക്കുന്ന പോളിസികൾ ഇങ്ങനെയാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഇങ്ങനെയൊക്കെയാണെന്ന് ആരോട് പറയണം, നമ്മള് പുതുതായിട്ട് വരുന്ന എംപ്ലോയീസിനോട് പറഞ്ഞിട്ട് അവരെ ബോധ്യപ്പെടുത്തണം. അവർക്ക് ഇതുമായിട്ട് അവയർനെസ് കൊടുക്കണം. അതായത് ഓരോ ഹോസ്പിറ്റലിലും വ്യത്യസ്ത രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പല ഹോസ്പിറ്റലുകൾക്കും പല എയിമുകൾ ഉണ്ടാകും, പല പോളിസികൾ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ ഏതാണോ ആ ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട എയിം എന്താണോ, അവര് മുന്നോട്ട് വെക്കുന്ന പോളിസി എന്താണോ, അതെന്ത് ചെയ്യുക, അതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ വരുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞു എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി, എംപ്ലോയീസിന്റെ ഉൽപാദനക്ഷമത കൂട്ടുക. രണ്ടാമത്തേത് പേഷ്യന്റ് കെയർ ഉറപ്പുവരുത്തുക. മൂന്നാമത്തേത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക. പേഷ്യൻസിന് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് വൺ എംപ്ലോയീസിന്റെ ലക്ഷ്യങ്ങൾ, അതായത് എംപ്ലോയീസിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഹോസ്പിറ്റലിന്റെ പോളിസികളെ കുറിച്ചും അവരുടെ ലക്ഷ്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ജോലി അതായത് ജോബ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, അവർക്ക് ബോധ്യപ്പെടുത്തി അവർക്ക് അവയർനെസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ നമുക്ക് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. പലതരത്തിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് ഉണ്ട്. അതെങ്ങനെയാണ് അവർ ഹോസ്പിറ്റലുകളിൽ നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോട്ട്സ് ഇതിന് ആവശ്യമില്ല മോളെ. നോട്ട്സ് ഇത് തന്നെ നമ്മൾ പഠിച്ചു പോയാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ ഷോർട്ട് നോട്ട് തരുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ അതില്ല. കാരണം ജസ്റ്റ് വായിച്ചതിനകത്ത് തന്നെ നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കുറെ കാര്യങ്ങള്. നമ്മൾക്ക് ഈ ഒരു പേജ് കഴിഞ്ഞാൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാനായിട്ടാ. ഓക്കെ ഓക്കെ, നോട്ട്സ് ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ നിങ്ങൾ വരുന്ന ചാപ്റ്ററുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ ഇപ്പോ ശ്രദ്ധിച്ചിരുന്നാൽ മതി, പറയുന്ന കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, ഇതിനകത്തുള്ള നോട്ട്സിലുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, പഠിച്ച് പോവാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ.
ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ്. പലതരത്തിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഒരു 4 ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇൻഡക്ഷൻ ട്രെയിനിങ്, സെക്കൻഡ് വൺ ജോബ് ഓറിയന്റേഷൻ, തേർഡ് വൺ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആൻഡ് ഫോർത്ത് വൺ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 4 ടൈപ്സ് എന്ന് കേട്ടോ. ആദ്യത്തേത് ഇൻഡക്ഷൻ ട്രെയിനിങ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക, ഇടയ്ക്ക് വെച്ച് പോകാനായിട്ട് പാടില്ല. ഇടയ്ക്ക് വെച്ച് പോയാൽ ഇതൊരു കണ്ടിന്യൂഷൻ നഷ്ടമാകും. ഇൻഡക്ഷൻ ട്രെയിനിങ് is that training given to new employees by the employer in order to help in adjustment to their new job and familiarities with their new work environment and the people who are working around them. അതായത് നമ്മളിപ്പോ പുതിയതായിട്ട് ഒരു ജോലി സ്ഥലത്ത് ചെല്ലുവാണ്. നിങ്ങളിപ്പോ വർക്ക് ചെയ്യാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെല്ലുന്ന ദിവസം നിങ്ങൾക്ക് അവിടുത്തെ നിങ്ങളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആള്, നിങ്ങളുടെ മേലധികാരി ആയിട്ടുള്ള ആള് എന്താ ചെയ്യാതെ തന്നെ, അതായത് ആദ്യം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, കുറെ ഭാരം ഒന്നും നിങ്ങളുടെ തലയില് ചുമക്കാനായിട്ട് തരില്ല, അല്ലെ? കുറെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറയില്ല. അത് നമ്മൾ ചെന്ന് കഴിഞ്ഞാല് നമ്മളൊന്ന് പരിചയപ്പെടുത്തും, അല്ലെ? മറ്റുള്ള കൊളീഗ്സ് ഉണ്ടാവും അവിടെ, അല്ലെ? നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ആ ഒരു എൻവയോൺമെന്റ്, അതായത് ആ ഒരു അന്തരീക്ഷം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ജോലിയുടെ എത്ര പേഷ്യൻസ് വരുന്നു, എങ്ങനെയാണ് അവിടുത്തെ പ്രൊസീജിയർ നടക്കുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം നമുക്ക് എന്ത് ചെയ്യുന്നത്, അവർ പഠിക്കാനായിട്ട് തരുന്നത്. നമ്മളെ ഒരു പുതിയ സ്ഥലത്ത് കൊണ്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പുതിയ സ്ഥലവുമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ എടുക്കുന്ന സമയവും പുതിയ ആളുകളെ നമ്മളുമായിട്ട് എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുമാണെന്ത് ഇൻഡക്ഷൻ ട്രെയിനിങ്ങില് വരുന്നത് കേട്ടോ. ഓക്കെ, ഒരു പുതിയ എംപ്ലോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജോബും കാര്യങ്ങളും ഒക്കെ ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇത്തരം ട്രെയിനിങ്ങുകളെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മള് ചെന്ന ദിവസം മുതൽ ഒരു 2-3 ദിവസം വരെയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിലുള്ള, അതായത് ഒരു പരിചയപ്പെടൽ ഉണ്ടാവുക. നമ്മൾക്ക് ആ ഒരു അന്തരീക്ഷം അഡാപ്റ്റ് ചെയ്യാൻ, അതായത് അതുമായിട്ട് പൊരുത്തപ്പെടാനും അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പേരുകൾ പഠിക്കാനും അവരുടെ എന്താണ് നേച്ചർ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാനും കിട്ടുന്ന ഒരു ടൈമാണ് എന്ത് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ മേലധികാരിയായിട്ടുള്ള ഒരാളാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക. അതായത് ഇന്ന ആളാണ് ഇവിടെ ചാർജ് ആയിട്ടിരിക്കുന്നത്, ഇയാളുടെ പേര് ഇങ്ങനെയാണ്, ഇവിടുത്തെ ഡ്യൂട്ടീസ് ഇങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഇതിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തേലോട്ട് പോവാം, ജോബ് ഓറിയന്റേഷൻ. ഓക്കെ, the process of making aware of an individual of his/her roles, responsibilities, and relationships in new work situation. It is an individualized training program aimed to get a newly hired employee more familiarized with their responsibilities. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ സ്റ്റാഫിനും ഓരോ ജോലി അസ്യൂം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെ? ഹോസ്പിറ്റലില് അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ ആ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് പേഷ്യൻസ് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതാണ് ജോബ് ഓറിയന്റേഷനിൽ വരുന്നത് കേട്ടോ. ശരിക്കും നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, ആദ്യം ഞാൻ പറഞ്ഞു ഇൻഡക്ഷൻ ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പരിചയപ്പെട്ടു. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലിയെ കുറിച്ച്, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ജോലി കിട്ടുന്നതെങ്കിൽ ആ ജോലിയെ കുറിച്ച് എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് എന്ത് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ മേലധികാരിയായിട്ടുള്ള ആള് തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ഇതും ചെയ്യുക കേട്ടോ. യൂഷ്വലി ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും ജോബ് ഓറിയന്റേഷൻ നിങ്ങൾക്ക് തരിക. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇൻഡക്ഷൻ ട്രെയിനിങ് വേറെയാണ്, ജോബ് ഓറിയന്റേഷൻ വേറെയാണ്. ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് 2-3 ദിവസമാണ് നടത്തുന്നതെങ്കിൽ ജോബ് ഓറിയന്റേഷൻ ഒരാഴ്ചയോ 1 മാസമോ എടുത്തിട്ടാണ് നടത്തുന്നത്. അതിന്റെ ഒരു വ്യത്യാസം ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ഈസ് സർവീസ് എഡ്യൂക്കേഷൻ. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ കേട്ടോ.
an educational experience planned before to provide in the job setting and closely identified with the services in order to help a person discharge his duties more effectively as a person and as a worker. It is thus planned in the instructional or training program given by employees agency in the employment setting. Okay. അതായത് നമ്മൾ ജോലിക്ക് കയറിയ ശേഷം ഡ്യൂട്ടീസ് എഫക്റ്റീവായി ചെയ്യുന്നതിന് കൂടുതൽ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ് എന്ത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം നമ്മളൊന്ന് പരിചയപ്പെട്ടു. രണ്ടാമത് നമ്മുടെ ജോലി എന്താണ്, നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തത് നമ്മൾ ഈ ജോബ് റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് പഠിച്ചിട്ട് അതെന്ത് ചെയ്യാണ്, എഫക്റ്റീവായിട്ട് അത് കൈകാര്യം ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഈ 3 കാര്യങ്ങളും ക്ലിയർ ആയോ? ഓക്കെ, വെരി ഗുഡ്. നാലാമത്തേത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണ്. അതായത് ഈ 3 സ്റ്റേജ് കഴിഞ്ഞാലുള്ള 4ാമത്തെ ഫൈനൽ സ്റ്റേജ് ആണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം, ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ 3 ഘട്ടങ്ങളാണ് കേട്ടോ. ആദ്യം ഇൻഡക്ഷൻ ട്രെയിനിങ്ങിലൂടെ കടന്നുപോയി, പിന്നീട് ജോബ് ഓറിയന്റേഷനിലൂടെ കടന്നുപോയി, പിന്നീട് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എടുത്തു, ലാസ്റ്റ് വരുന്നത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണ്. അതായത് ഈ 3 കാര്യങ്ങൾക്ക് ശേഷം നമ്മുടെ ജോബ് കൂടുതൽ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും സെമിനാറുകളും അറ്റൻഡ് ചെയ്യും. ഇതിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പറഞ്ഞത് അല്ലെ ഇൻഡക്ഷനില്. രണ്ടാമത്തത് നമ്മുടെ ജോലിയുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നാണ് ജോബ് ഓറിയന്റേഷനിൽ പറഞ്ഞത്. മൂന്നാമത്തേത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, അത് കൂടുതലായിട്ട് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്കത് ആ ജോലി നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ, നാലാമത്തതിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ജോലി എങ്ങനെ ചെയ്യാം, അതെങ്ങനെ നമ്മുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങുകളിലൂടെയും അതുപോലെ തന്നെ സെമിനാറുകളിലൂടെയൊക്കെയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴെന്താണ്, നമുക്കറിയാം ഹോസ്പിറ്റൽ മേഖലയിൽ നിന്നൊക്കെ കുറച്ചു പേരൊക്കെ സെലക്ട് ചെയ്തിട്ട് എങ്ങോട്ടായിരിക്കും, പല ഹോസ്പിറ്റലുകളിലേക്ക് അയക്കും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ, സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ ജോലിയിൽ ആ ഒരു എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ അവരുടെ ജോലി ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. എന്തൊക്കെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ? ഓക്കെ, അതാണ് അഡ്വാൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ജനറേറ്റ് പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. അതായത് സ്റ്റാഫ് ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നമ്മൾ നടത്തുവാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും സൃഷ്ടിക്കുക. ആ ഹോസ്പിറ്റലിന് നല്ലൊരു പേര് ഉണ്ടാകും ആ ലൊക്കാലിറ്റിയിൽ തന്നെ. അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പോ ഇന്ത്യക്ക് പുറത്തും അല്ലെങ്കിൽ എന്താണ് വിദേശ രാജ്യങ്ങളിലൊക്കെ എന്താണ് ഈ ഹോസ്പിറ്റലില് നല്ല രീതിയിൽ ഫേമസ് ആകും എന്നാണ് പറയുന്നത്. നല്ല രീതിയിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ മാത്രമാണ് ഇതിനുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരു ഹോസ്പിറ്റലിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ജനറേറ്റീവ് പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അതായത് വിവിധ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുക്കി കൊടുക്കുന്നുണ്ട് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഓക്കെ, അതായത് പല രോഗികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന വിസിറ്റേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ഇനി പുറത്തുനിന്ന് വരുന്ന ആളുകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ററാക്ഷൻ നടത്തുന്നുണ്ട്. ഇതിലൂടെ എന്താ തുറന്നു കിട്ടുന്നത്, നല്ലൊരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു ഓപ്പൺ ചാനൽ ആയിട്ട് ഇത് മാറുന്നു. അത് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പാസ് ഓവർ ഓർഗനൈസേഷണൽ മെസ്സേജ് ടു വർക്കേഴ്സ്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സന്ദേശം, മെസ്സേജ് എന്താണെന്ന് അവിടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഓക്കെ, അതായത്
ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അവര് ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും പ്രവർത്തിക്കുന്നത്. ധാരാളം നല്ല നല്ല മെസ്സേജുകള് നമുക്ക് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്കിടയില് നല്ല രീതിയിലുള്ള സന്ദേശം പാസ് ഓവർ ചെയ്യുന്നതിന് സ്റ്റാഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്നു. ഓക്കെ. Then fourth point, easy access to knowledgeable colleagues through. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകർ കൊളീഗ്സിനിടയില് കൂടുതലായിട്ടുള്ള അറിവുകളും കാര്യങ്ങളും ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അറിവുകളും കാര്യങ്ങളും നേടുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 4 കാര്യങ്ങളും ക്ലിയർ ആയോ നിങ്ങൾക്ക്? സ്റ്റാഫ് ഡെവലപ്മെന്റ് അഡ്വാൻറ്റേജ് ഓക്കെ ക്ലിയർ ആയിട്ട് കരുതുന്നു കേട്ടോ. ഒന്നും കൂടി പറയണോ? സ്റ്റാഫ് ഡെവലപ്മെന്റ് ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് അവിടെ എന്താ പറയാ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കാനായിട്ട് സ്റ്റാഫ് ഡെവലപ്മെന്റിന് അതിന്റെ ഒരു എന്താ പറയാ അത് സഹായിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പൺ ചാനല് എന്താണ് അവിടെ തുറക്കുന്നു, അതിനുള്ള സൗകര്യം ഒരുക്കുന്നു. മൂന്നാമത്തേത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം മെസ്സേജുകൾ സഹപ്രവർത്തകരിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ജോലിക്കാർക്കിടയില് എന്താ പറയാ കൂടുതൽ അറിവും കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് അത് ആക്സസ് ചെയ്യാനുള്ള സൗകര്യം കൂടി സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഒരുക്കി കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. അതായത് നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആളാണ് അല്ലെ. അപ്പൊ സ്റ്റാഫ് ഡെവലപ്മെന്റില് ഇദ്ദേഹം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് യൂസേഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫർമേഷൻ. ഒരു പുതിയ എംപ്ലോയി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് അയാളുടെ അറിവും കഴിവും, അതായത് അയാളുടെ നോളജും അയാളുടെ ടാലന്റും വളർത്താൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ലേണിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് അവര് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒരു പുതിയ എംപ്ലോയി ആയിട്ട് ഇപ്പൊ നിങ്ങൾ പോയി കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യും? അതായത് അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ അറിവ് അല്ലെ, പല ആൾക്കാർക്കും പല ടാലന്റ്സും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ആ ടാലന്റിനെ ഒന്ന് എന്താ പറയാ വിളിക്കെടുക്കാൻ, അതൊന്ന് ഗ്രോ ചെയ്യിപ്പിക്കാനായിട്ട് ആര് സഹായിക്കും? അഡ്മിനിസ്ട്രേറ്റേഴ്സ് സഹായിക്കും. ഓക്കെ, then second point, uses teaching techniques that strengthen staff. അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ടീച്ചിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യും. അവിടെയുള്ള ജോലി ചെയ്യുന്ന എംപ്ലോയീസിനിടയിൽ കൂടുതൽ അവരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ്, കണ്ടിന്യൂസ്ലി ആക്സസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ ഗൈനക്ക് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല, അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളായിരിക്കില്ല നമ്മൾ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫിന് കൊടുക്കുന്നത് അല്ലെ. രണ്ടും 2 തരം ഡിപ്പാർട്ട്മെന്റ് ആണ്, രണ്ടും 2 തരം യൂണിറ്റുമാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യത്തെ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്യുന്ന ആളുകളുടെ ആവശ്യം അനുസരിച്ചാണ് എന്ത് കൊടുക്കുന്നത്, അവർക്ക് അറിയാനുള്ള അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് നമ്മള് പറഞ്ഞ് കൊടുക്കുന്നത് കേട്ടോ. ഓരോ യൂണിറ്റിനെയും ബേസ് ചെയ്താണ് എന്ത് കൊടുക്കുന്നത്, ലേണിംഗ് നീഡ്സ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, and last one is leads employees regarding knowledge and skill deficit. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ കുറവുകൾ ഉണ്ടാവും. അവരുടെ കഴിവിൽ ചിലപ്പോൾ കുറവുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ നോളജിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള വ്യക്തികളെ പ്രത്യേകം അവയർനെസ് കൊടുത്തിട്ട് അവരെ ഗ്രോ ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് എന്തിൽ വരുന്നത്, റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞു എന്താണ്, പുതുതായിട്ട് വരുന്ന സ്റ്റാഫുകളുടെ അവരുടെ നോളജും ടാലന്റും ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചിങ് ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അവരെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു.
പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണ്ടിയിട്ടുള്ള ലേണിംഗ് പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഫോർത്ത് വൺ, ഓരോ വ്യക്തികൾക്കും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് അവയർനെസ് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ. ഇനി നമുക്ക് നഴ്സിംഗ് ഹയറാർക്കി ആൻഡ് ഫങ്ഷൻസ് നോക്കാം. ഇത് നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ പഠിക്കാനായിട്ട്. ഓരോരോ വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുക ചെയ്യുന്നത് നഴ്സിംഗ് ഹയറാർക്കിയിൽ കേട്ടോ. ഓക്കെ, the structure of organization determines the employee behavior through the effects of role, power, status, responsibility, authority, and communication. Nursing is a large department in every hospital, hence it has a hierarchy as doctors do. And it is necessary to understand different nursing classification. അതായത് ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചറെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് അവിടെയുള്ള എംപ്ലോയീസിന്റെ ബിഹേവിയർ അനുസരിച്ചിട്ടാണ്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ അവിടെയുള്ള ആ ഒരു ഘടന, ആ ഹോസ്പിറ്റലിന്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അവിടെയുള്ള ഏതാളുകളുമാവട്ടെ, ചിലപ്പോൾ ഹൗസ് കീപ്പിംഗിൽ ജോലി ചെയ്യുന്ന ആളാവട്ടെ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലില് ജോലി ചെയ്യുന്ന ആളുകളാവട്ടെ, അവർക്ക് എന്താണ് അവരുടെ ബിഹേവിയർ ആണ് എന്ത് നിർണ്ണയിക്കുന്നത്? ആ ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനെ നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് ഓരോ എന്താ പറയാ, നമ്മളിപ്പോ റോൾ അനുസരിച്ച് അല്ലെങ്കിൽ പവർ അനുസരിച്ച്, സ്റ്റാറ്റസ് അനുസരിച്ച്, റെസ്പോൺസിബിലിറ്റി അനുസരിച്ചിട്ടൊക്കെ എന്താണ് അവരുടെ ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് വ്യത്യാസപ്പെട്ടിരിക്കാം. ഇപ്പൊ ഹൗസ് കീപ്പിംഗിൽ ജോലി ചെയ്യുന്ന ആളുടെ ബിഹേവിയർ ആയിരിക്കില്ല അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കുള്ളത്. അതുപോലെ തന്നെ ഹൗസ് കീപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ സ്റ്റാറ്റസും പവറും ആയിരിക്കില്ല അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കുള്ളത്. ഓക്കെ, അപ്പോ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഒരു ഓർഗനൈസേഷന്റെ ഘടനയെ നിർണ്ണയിക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏതൊരു ഹോസ്പിറ്റൽ, ഏതൊരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നഴ്സിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ ഹൈറാർക്കി ഉണ്ട്. അതായത് ഡോക്ടേഴ്സിന് ഹൈറാർക്കി ഉള്ളതുപോലെ തന്നെ നഴ്സുമാർക്കും എന്തുണ്ട്, ചില ഹൈറാർക്കികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഹൈറാർക്കിയിൽ വരുന്നത് കേട്ടോ. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഹൈറാർക്കി കേട്ടോ. അതായത് ഞാൻ പറയുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അപ്പപ്പ പറഞ്ഞു പോകും. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കാം. അതുകൂടാതെ ഞാനിപ്പോ ഇൻഡക്ഷൻ ട്രെയിനിങ് പറഞ്ഞു, ജോബ് ഓറിയന്റേഷൻ പറഞ്ഞു. എത്ര പേര് നോട്ട് ചെയ്തെടുത്തു ഞാൻ പറഞ്ഞ കാര്യങ്ങള്? ഞാൻ ആ PDF ഇല്ലാത്ത കാര്യങ്ങൾ ഉദാഹരണം സഹിതമാണ് പറഞ്ഞത്. എത്ര പേര് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു? ചെയ്തോ? നോട്ട് ചെയ്യാത്തവരുടെ ശ്രദ്ധയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇത് വായിച്ചു നോക്കും. ഓക്കെ, അതായത് നമ്മൾ പല ചാപ്റ്റേഴ്സ് ആണ് വായിച്ചു പോകുന്നത് ഓരോ ദിവസങ്ങളിലായിട്ട്. അപ്പൊ നിങ്ങൾ ഇത് വായിച്ചു നോക്കുമ്പോൾ, റിവിഷൻ ടേക്ക് സമയത്ത് വായിച്ചു നോക്കുമ്പോൾ മിസ് എന്താണെന്ന് അന്ന് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടില്ല. ഞാൻ അതിനെ കുറച്ചും കൂടി സിമ്പിൾ ആക്കിയാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പൊ സൈഡിലൊന്ന് എന്ത് ചെയ്യുക, എഴുതിയൊന്ന് വെക്കുക കേട്ടോ. എഴുതാത്തവരാണെങ്കിൽ കേട്ടോ, ചിലർക്ക് എഴുതാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർ എഴുതണമെന്നില്ല. അല്ലാത്തവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അങ്ങനെ ഒന്ന് എന്ത് ചെയ്യുക, സൈഡിൽ ഒന്ന് എഴുതി വെക്കുക. ജോബ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചിട്ട് നമ്മൾക്ക് അവയർനെസ് തരുന്നതാണ്. ഓക്കെ, മൂന്നാമത്തേത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആണ്. അതെന്താണ് ഞാൻ പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? അതായത് കൂടുതൽ കാര്യങ്ങൾ അവിടെ പഠിക്കാനായിട്ടുള്ള അല്ലെ, നമ്മൾക്ക് എന്താ പറയാ, എഫക്റ്റീവായിട്ട് നമ്മളെ ജോലി കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷനിൽ പറയുന്നത്. നാലാമത്തേത് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ ആണ് അല്ലെ. അതായത് നമ്മുടെ ജോലി ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഈ 4 പോയിന്റ്സ് എന്ത് ചെയ്യും, ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങളും ഡിഫറെന്റ് ആണ് അല്ലെ. അതൊന്ന് സൈഡിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഇത് എന്താണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഓക്കെ,
അപ്പൊ നമുക്ക് നോക്കാം ജോബ് അല്ലെ, ഹൈറാർക്കി നോക്കാം. ഈ ഹൈറാർക്കി ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആദ്യം തന്നെ അതായത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ നഴ്സിംഗ് ഹൈറാർക്കി എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് നഴ്സിംഗ് ഡയറക്ടർ ആണ്. ഓക്കെ, ഹൈറാർക്കി എന്ന് പറയുന്നത് ശ്രേണിയാണ് കേട്ടോ. ശ്രേണി, ഹൈറാർക്കി, സമാന്തര ശ്രേണി എന്ന് പറയില്ലേ. അതായത് എന്താ പറയാ, അതായത് മുകളിൽ നിന്ന് താഴെ നിന്നുള്ള ഒരു തട്ടില് ക്രമീകരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഹൈറാർക്കി. നഴ്സിംഗ് ഡയറക്ടർ, ഓക്കെ, ആദ്യത്തേത് നഴ്സിംഗ് ഡയറക്ടർ ആണ്. രണ്ടാമത്തേത് നഴ്സിംഗ് ഡയറക്ടറുടെ സബായിട്ട് വരുന്നത് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. നഴ്സിംഗ് സൂപ്രണ്ട് കേട്ടോ, നഴ്സിംഗ് സൂപ്രണ്ടിനെയാണ് ഇവിടെ സൂപ്പറിൻറ്റൻഡന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നഴ്സിംഗ് സൂപ്രണ്ടിനെ നമ്മൾ പ്രൊനൗൺസ് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് സൂപ്പറിൻറ്റൻഡന്റ് ആയിട്ടാണ് കേട്ടോ. ഓക്കെ, ആ സ്പെല്ലിംഗ് ഒന്ന് പഠിച്ചു വെക്കുക. നഴ്സിംഗ് സൂപ്രണ്ട് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അതിന് താഴെ വരുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെ, നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്നത്. ഇനി അതിനുശേഷം നഴ്സിംഗ് ഇൻചാർജ് വരുന്നുണ്ട്. നഴ്സിംഗ് സൂപ്പർവൈസർക്ക് ശേഷം ആരാണ് വരുന്നത്? നഴ്സിംഗ് ഇൻചാർജ് വരുന്നു. പിന്നീട് സ്റ്റാഫ് നഴ്സ് കേട്ടോ. നഴ്സിംഗ് ഇൻചാർജിന് ശേഷം പിന്നീട് വരുന്ന ആളാണ് സ്റ്റാഫ് നഴ്സ്. അതിന്റെ തൊട്ട് താഴെയായിട്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് വരും. ഇതാണ് ഹൈറാർക്കി. ഓക്കെ, ഏറ്റവും മുകളിലത്തെ ആള് തുടങ്ങി, അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നഴ്സിംഗ് ഡയറക്ടർ ആണ്. ഏറ്റവും ബോട്ടം, ഏറ്റവും താഴെ നിൽക്കുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ, നഴ്സിംഗ് ഡയറക്ടർ മുകളില്, ഏറ്റവും താഴെ നഴ്സിംഗ് അസിസ്റ്റന്റ്. ആ ഒരു ശ്രേണിയാണ്, ഒരു ഹൈറാർക്കിയാണ് ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്, അത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നഴ്സിംഗ് ഡയറക്ടർ എന്ന് പരിചയപ്പെടാം. ആരാണ് നഴ്സിംഗ് ഡയറക്ടർ, എന്താണ് അവരുടെ ഡ്യൂട്ടി, കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാം. It is the nursing director who provides direction to the nursing staff and coordinates health service. Their duties consist of supervising all nursing staff and looking after patient care, as well as administrative functions like record keeping, budgeting, etc. At minimum, they require 4 workers or bachelor degree in nursing, along with at least 10 years or of experience in deemed fields. Okay, അതായത് നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ആള് ഹോസ്പിറ്റലുകളിലെ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് എല്ലാ തരത്തിലുമുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നു. അവരെങ്ങനെയാണ് അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾക്ക് ആരാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്? അത് നഴ്സിംഗ് ഡയറക്ടറാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നു. അതായത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? കോർഡിനേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? അതായത് എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകൾക്കും ഡയറക്ഷൻ കൊടുക്കുന്നു, അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനത്തെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നെ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർവിഷൻ നൽകും. ഓക്കെ, എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ നഴ്സിംഗ് സ്റ്റാഫുകളുടെ റെസ്പോൺസിബിലിറ്റി, ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? മേൽനോട്ടം വഹിക്കുന്നുണ്ട് അല്ലെ. സൂപ്പർവിഷൻ കൊടുക്കുന്നത് ആരാണ്? അത് നഴ്സിംഗ് ഡയറക്ടറാണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ ചില അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസും നഴ്സിംഗ് ഡയറക്ടർ ചെയ്യുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈക്ക് റെക്കോർഡ് കീപ്പിംഗ്, പേഷ്യന്റിന്റെ റെക്കോർഡുകൾ, അവരുടെ ഫയൽസുകൾ കീപ്പ് ചെയ്യുന്നത് ആരാണ്? അത് നഴ്സിംഗ് ഡയറക്ടറാണ്. ഓക്കെ, അതുപോലെ തന്നെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാൽക്കുലേഷൻസ്, മീൻസ് ബഡ്ജറ്റിംഗ് നടത്തുന്നതും ആര് തന്നെയാണ്? അതും നഴ്സിംഗ് ഡയറക്ടറാണ്. ഓക്കെ, പിന്നെ ഇവരുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഓർ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആണ് വരുന്നത് കേട്ടോ, ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുകൂടാതെ 10 years എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ആരാവണമെങ്കിൽ? നഴ്സിംഗ് ഡയറക്ടർ ആകണമെങ്കിൽ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് കരുതുന്നത് കേട്ടോ. എല്ലാ തരത്തിലും നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിനെ മൊത്തത്തിൽ ഡയറക്ഷൻ കൊടുക്കുന്നതും, അതുപോലെ തന്നെ എന്താണ് അവർക്ക് ടോട്ടൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ കോർഡിനേഷൻ നടത്തുന്നതും, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് സൂപ്പർവിഷൻ കൊടുക്കുന്നതും ഉൾപ്പെടെയുള്ള എല്ലാത്തരം കാര്യങ്ങളും ചെയ്യുന്നത് നഴ്സിംഗ് ഡയറക്ടറാണ്.
ഇത് കൂടാതെ ചില അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഉൾപ്പെടുന്നതാണ് റെക്കോർഡ് കീപ്പിംഗ്, ബഡ്ജറ്റിംഗ്. ഓക്കെ, പിന്നെ എക്സ്പീരിയൻസ് ബാച്ചിലർ ഡിഗ്രി ഇൻ നഴ്സിംഗ്, അതുപോലെ തന്നെ 10 years എക്സ്പീരിയൻസ്. ബന്ധപ്പെട്ട മേഖലയുമായിട്ട് 10 വർഷത്തിലേറെ പരിചയവും വേണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും കൂടി ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടീസ്? ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ഡയറക്റ്റ്, ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. അതായത് ഞാൻ പറഞ്ഞു എല്ലാത്തരം നഴ്സിംഗ് സ്റ്റാഫുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇപ്പോ പുതുതായിട്ട് ഇപ്പൊ സ്റ്റാഫുകളൊക്കെ വരികയാണെങ്കിൽ എല്ലാത്തരം നഴ്സിംഗ്, അതായത് നഴ്സിംഗുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ജോലിക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടലായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ജോലി എങ്ങനെയാണ്, അവർ കറക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ക്രമക്കേടുകൾ വരുത്തുന്നുണ്ടോ എന്നിങ്ങനെയുള്ള ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. കൂടാതെ അവർക്ക് വേണ്ടിയിട്ട് സൂപ്പർവിഷൻ കൊടുക്കുന്നുണ്ട്. ഇതാണ് ആദ്യത്തേത് കേട്ടോ. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സൂപ്പർവിഷൻ കൊടുക്കുക. ഓക്കെ, ആർക്ക്? നഴ്സിംഗ് സ്റ്റാഫുകൾക്ക്. ഓക്കെ, രണ്ടാമത്തേത് ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ. അതായത് സ്റ്റാഫിംഗ് നടപടിക്രമങ്ങള് ഗൈഡ് ചെയ്യുക. ഇപ്പോ ഓരോ നഴ്സുമാർക്കും ഓരോ ജോലി ആയിരിക്കും അസ്യൂം ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. അവരുടെ ഡ്യൂട്ടി സമയം എന്ത് ചെയ്യുക, അതായത് 8 മണിക്കൂറൊക്കെയാണ് ഇപ്പൊ ഡ്യൂട്ടി വരുന്നതെങ്കിൽ ആ ഡ്യൂട്ടികൾ ഓരോരുത്തർക്കായിട്ട് എന്ത് ചെയ്യും, അസ്യൂം ചെയ്ത് നമ്മൾ കൊടുക്കും അല്ലെ. അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു പ്രൊസീജിയർ, അതായത് ഇന്ന ആളുകൾക്ക് ഇന്ന ജോലി ഇത്ര നേരം, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നത് ആരാണ്? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റില്. അത് നഴ്സിംഗ് ഡയറക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് to set a long-term goal for the ensuring ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഗോള് സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, മികച്ച രീതിയിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ പ്രവർത്തിപ്പിക്കുക. ഓക്കെ, നമുക്കറിയാം അല്ലെ, ഹോസ്പിറ്റലിലൊക്കെ മികച്ച ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവാർഡും ട്രോഫികളും ഒക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ നടത്തുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അവർ എന്ത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള അവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തുണ്ടാവും, ഡിഫറെന്റ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാകും. അത് കോർഡിനേറ്റ് ചെയ്ത് നടപ്പിലാക്കുന്നത് അവിടെയുള്ള മേലധികാരികളാണ്. ഇവിടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് നഴ്സിംഗ് ഡയറക്ടറാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഗോൾസ് സെറ്റ് ചെയ്യുന്നതും അത് നടപ്പിലാക്കുന്നതും. Okay, and fourth one, arrange and coordinate admission, nursing and patient care procedure. അതുപോലെ തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, രോഗികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ രോഗി പരിചരണവുമായിട്ട്, പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുക എന്നുള്ളത് ആരുടെ ഇതാണ്, ഡ്യൂട്ടിയാണ്? നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഓക്കെ, സെറ്റിൽ നെക്സ്റ്റ് വൺ, സെറ്റിൽ ഇഷ്യൂ ആൻഡ് പ്രോബ്ലംസ്, ബോത്ത് ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആൻഡ് പേഷ്യന്റ് ഇഷ്യൂസ്. അതുപോലെ തന്നെ പേഷ്യന്റും നഴ്സുമാരും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ, തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, നമുക്കറിയാലോ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് എന്താ പറയാ, നഴ്സുമാരായിട്ടും പേഷ്യന്റുമായിട്ടും അതുപോലെ തന്നെ ഡോക്ടർമാരുമായിട്ടും പേഷ്യൻസുമായിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, തർക്കങ്ങൾ വരാറുണ്ട്. ഇവിടെ പറയുന്നത് നഴ്സും അതുപോലെ തന്നെ പേഷ്യന്റുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനിടയിൽ നിന്നുകൊണ്ട് അവരുടെ ആ ഇഷ്യൂവിനെ സെറ്റിൽ ചെയ്യുന്നത് ആരാണ്? അത് നഴ്സിംഗ് ഡയറക്ടറാണ്. ഓക്കെ, ലാസ്റ്റ് വൺ, റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ്. അതായത് നഴ്സിംഗ് ഡയറക്ടറുടെ മുകളിലുള്ള ആളുകളുണ്ട്, അതോറിറ്റി, ഹൈ അതോറിറ്റി വരുന്ന ആളുകളുണ്ട്. അവർക്ക് സമയാസമയത്ത് റിപ്പോർട്ട് അയക്കുക എന്ന് പറയും. അതാണ് ലാസ്റ്റ് പോയിന്റ് കേട്ടോ. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിട്ട് എല്ലാ തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹയർ അതോറിറ്റി അറിയിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? അത് നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത് കേട്ടോ.
അപ്പൊ ഞാൻ ഇന്ന് ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, സംശയമില്ല, ആർക്കും ഒരു ഡൗട്ടും ഇല്ലേ? ഇനി നമ്മൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങള് എന്താ പറയാ, കുറച്ചുകൂടി ഈസിയാണ്. നമ്മളിപ്പോ നഴ്സിംഗ് ഡയറക്ടറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ. ഇനി നമ്മള് നഴ്സിംഗ് സൂപ്രണ്ട് ആരാണെന്ന് നോക്കും. അതിനുശേഷം സൂപ്പർവൈസർ ആരാണെന്ന് നോക്കും. ദെൻ നഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടി നോക്കും. ദെൻ സ്റ്റാഫ് നഴ്സ് ആൻഡ് ദെൻ നഴ്സിംഗ് അസിസ്റ്റന്റ് കേട്ടോ. ഓക്കെ, സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ അതായത് ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാഫ് ഡെവലപ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ ആളുകളാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിനെ നിയന്ത്രിക്കുക. ഇപ്പൊ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാല് ഞാനൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാണ്, പുതിയൊരു എംപ്ലോയി ആയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് ആ ജോയിൻ ചെയ്ത അന്ന് മുതല് എന്താണ് ധാരാളം കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഉണ്ടാകും അല്ലെ. എന്റെ എന്താ പറയാ, എന്റെ വ്യക്തിത്വം, എന്റെ പേഴ്സണാലിറ്റി ചിലപ്പോൾ ചേഞ്ച് ആകും. എന്റെ ജോലിയിലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആകും. അങ്ങനെ എനിക്ക് എന്താണ് പറയാ, എന്നെ കുറച്ചും കൂടി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എന്നെ കുറച്ചുകൂടി ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് തരുന്ന പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വേറെ ആർക്കാണ് ഡൗട്ട് ഉള്ളത്? നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നില്ലേ? എല്ലാരും പഠിച്ച് അന്ന് തന്നെ പോകുന്നില്ലേ? ഉണ്ട്. ഓക്കെ, ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇപ്പൊ ആരാ ചോദിച്ചത്? തെരേസ എന്ന് പറയുന്ന ആളാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. ഞാൻ മോളുടെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. തെരേസ ഇപ്പോ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയിട്ട് ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞാൽ തെരേസക്ക് അവിടെ ആരും അറിയില്ല. ഓക്കെ, തെരേസക്ക് അറിയാവുന്ന ഒരാളെന്ന് പറയുന്നത് തെരേസയുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ മാത്രമാണ് അറിയുന്നത്. കാരണം ഓഫീസിൽ നിന്ന് നേരെ നമ്മളെ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഒരാളാണിത്, തെരേസയുടെ സുപ്പീരിയർ. ഓക്കെ, അപ്പോ അദ്ദേഹം എന്ത് ചെയ്യാണ്, നമ്മുടെ ജോബ്, നമ്മുടെ ആ ഒരു ഏരിയയിൽ നമ്മളെ കൊണ്ടുപോവാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാണ്, അതായത് നമ്മുടെ ജോലി സ്ഥലം ഇവിടെയാണ്, നമ്മുടെ ചെയർ ഇവിടെയാണ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇത്ര പേരാണ്, അല്ലെങ്കിൽ ഇവരുടെ എന്താണ് പേരുകൾ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്നതാണ് എന്ത് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആദ്യത്തെ 2-3 ദിവസം ഒന്നും അധികം ചെയ്യില്ല. അതായത് നമ്മളെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കില്ല. കാരണം എന്താ, നമ്മൾ പുതിയ ആളുകളാണ്. ഓക്കെ, സാധാരണ അതായത് ജസ്റ്റ് ഒരു സപ്പോർട്ട് മാത്രമാണ് നമ്മൾ 2-3 ദിവസം കൊടുക്കുക. ഓക്കെ, നമ്മളൊന്ന് പരിചയപ്പെടണം അല്ലെ, ആ ഒരു അന്തരീക്ഷം നമ്മൾക്ക് എന്താ പറയാ പരിചിതമാകണം. അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡക്ഷൻ ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഏതാണ് സ്റ്റാഫിംഗ് അസിസ്റ്റന്റ്? സ്റ്റാഫിംഗ് അസിസ്റ്റന്റ് ഞാൻ പറഞ്ഞില്ലല്ലോ. നഴ്സിംഗ് ഡയറക്ടർ വരെയാണ് കേട്ടോ പറഞ്ഞത്. ഇൻഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാല് നമ്മള് ഡയറക്ട്ലി അല്ലാതെ കൊടുക്കുന്ന കെയർ ആണ് കേട്ടോ. ഇപ്പൊ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ അവർക്ക് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടല്ല ജോലി കൊടുക്കുന്നത്, നമ്മൾ കെയർ കൊടുക്കുന്നത്. പകരം അവരുടെ പേരിൽ നമ്മള് എന്താണ് കെയർ കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ് കെയർ എപ്പോഴും കൊടുക്കുന്നത് നഴ്സുമാർ അല്ലെങ്കിൽ ഡോക്ടർമാരാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും സഹായങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രോഗികൾക്ക് വേണ്ടി കൊടുക്കുന്നതെങ്കിൽ അത് ഇൻഡയറക്റ്റ് കെയറിൽ പെടുന്നതാണ്. ഓക്കെ, പേഷ്യന്റ് റെക്കോർഡ് എഴുതുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ എന്താണ് ഇൻഡയറക്റ്റ് കെയറിൽ വരുന്നത്. നേഴ്സിംഗ് ഹൈറാർച്ചി എന്ന് പറഞ്ഞു തരുമോ?
നഴ്സിംഗ് ഹയറാർക്കിയിൽ ആദ്യം വരുന്നത് ആരാ? ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ആള് നഴ്സിംഗ് ഡയറക്ടർ ആണ്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത്. അതിനുശേഷം നഴ്സിംഗ് സൂപ്രണ്ട് കേട്ടോ, നഴ്സിംഗ് സൂപ്രണ്ട് വരും. ഈ ഓരോ വ്യക്തികളെയും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. നഴ്സിംഗ് സൂപ്രണ്ട് വരും, അതിനുശേഷം സൂപ്പർവൈസർ, നഴ്സിംഗ് സൂപ്പർവൈസർ വരും, ദെൻ നഴ്സിംഗ് ഇൻചാർജ് വരും, പിന്നെ സ്റ്റാഫ് നഴ്സ് വരും, പിന്നെ നഴ്സിംഗ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ എടുക്കാം. താങ്ക് യു മിസ്. Thank you.